Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. We are actually waiting for you. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. And we know that you are also waiting for us. ഞങ്ങൾക്കറിയാം നിങ്ങളും ഞങ്ങളെ And കാത്തിരിക്കുകയായിരുന്നു. we are all waiting for the Lord Jesus to move in our lives. അത് മാത്രമല്ല നമ്മളെല്ലാവരും കർത്താവിനെ കാത്തിരിക്കുക കൂടിയായിരുന്നു. And today I'm really excited about this episode. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എനിക്ക് വളരെ ആവേശമുണ്ട്. We are going to pray for the sponsors now. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്നുള്ളത് വാഗത്താനത്ത് നിന്ന് ലോലമ്മ മാത്യു ആണ്. Thank you so much. ലോലമ്മയുടെ BP ഷുഗർ നോർമൽ ആകുവാനും ഭർത്താവിൻ്റെ പുകവലി മാറുവാനും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, മക്കൾക്ക് നല്ല ജോലി ലഭിക്കുവാനും കടബാധ്യതകൾ മാറുവാനും വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ സൗദി അറേബ്യയിൽ നിന്ന് രാമചന്ദ്രനാണ് രണ്ടാമത്തെ സ്പോൺസർ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇക്കാമ വിസ എത്രയും വേഗം ശരിയാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട തുക ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ദൈവത്തിന്റെ പ്രവൃത്തി നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much, sponsors, for partnering with the ministry of the Lord. കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളിയായതിന് എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായ And I നന്ദി. encourage all the viewers all across the world also to join in this venture, and you can get the details from the screen and also from our website. അത് മാത്രമല്ല, ലോകമെമ്പാടും നിന്ന് അനേക ആളുകൾ ഈ ഒരു ദൗത്യത്തിന് പങ്കാളികളായി തീരുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. Okay, let us praise and worship the Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ നല്ല ദൈവത്തെ പാടി സ്തുതിക്കാം. കർത്താവ് നമുക്ക് തരുന്ന സന്തോഷം എത്രയധികമെന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് പാടി ആ നല്ല ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ സന്തോഷം അവനൻ ബലം, ആരിതിൽ പാർക്കും നാളവനൻ ബലം. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോ, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോ, നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം, കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവവുമേ. അസാധ്യമെന്ന് ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ
അവനെൻബലം വാരിതിൽ പാർക്കും നാളവനെൻബലം അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവും അവനെന്റെ സങ്കേതവും അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. നന്ദി യേശുവേ. All right, let us read a Bible verse from John's Gospel, chapter 17. ഇനി അടുത്തത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നുള്ള വേദവചനം വായിക്കാം. Verse number 6, I have manifested your name to the men whom you have given me out of the world. They were yours, you gave them to me, and they have kept your word. ആറാമത്തെ വചനമാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചു. This is actually a high priestly prayer of Jesus. Jesus is talking to the Father just before he was taken for crucifixion. ഇത് യേശു കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ക്രൂശീകരണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ്. And he is talking to the Father and he says, I have revealed, I have manifested your name to the men whom you have given me. That means the disciples. ഇവിടെ പിതാവിനോട് താൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു, ഞാൻ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. So my question is, what was the name that Jesus revealed to the disciples? തൻ്റെ ശിഷ്യന്മാർക്ക് ഏത് നാമമാണ് യേശു കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. Because the Jews used different titles, different names to address God. ദൈവത്തെ അഭിസംബോധന ചെയ്യുവാൻ യഹൂദന്മാർ പല പേരുകൾ, പല സ്ഥാന പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. But Jesus says, I have revealed your name to the men whom you have given me out of this world. എന്നാൽ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. That means a particular name that was not used by the Jews in the Old Testament, Jesus revealed to his disciples. അതിന്റെ അർത്ഥം യഹൂദന്മാർ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന പേരല്ല, മറ്റൊരു പ്രത്യേക നാമം ഇത് ശിഷ്യന്മാർക്ക് താൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. So my question is, what was that name? അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് ആ നാമം? Do you know that name? ആ നാമം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? If you have any idea, put it in the live chat. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈവ് ചാറ്റിൽ ഇടുക. Okay. I will give you some idea about the names, biblical names. ഇത്തരത്തിൽ ബൈബിളിന്റെ ചില പ്രത്യേക നാമങ്ങളെ കുറിച്ചുള്ള ചില ഐഡിയകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. In the Bible, if you take the names given in the Bible, every name had a meaning. ബൈബിളിൽ തന്നിട്ടുള്ള ഓരോ നാമത്തിനും ഒരു പ്രത്യേക അർത്ഥമുണ്ട്. So in Bible times, the name was the revelation of a person's nature or essence, his life mission, etc. ബൈബിൾ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ പേര് കാണിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ അയാളുടെ ജീവിത ദൗത്യത്തെയും ഒക്കെയാണ് കാണിക്കുന്നത്. For example, in Matthew chapter 1 and verse number 21, ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനം, she will give birth to a son, and you are to give him the name Jesus, because he will save his people from their sins. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. So there was a reason behind the name Jesus. യേശു എന്ന് പറയുന്ന ആ പേരിന്റെ പിറകിൽ ഒരു കാരണമുണ്ട്. The Lord saves, that is the meaning of Jesus. ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ് യേശു എന്ന് പറയുന്ന വാക്കിനർത്ഥം. And in the Old Testament times, sometimes they changed their names
names when there was a total change or transformation in a person. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള സമൂലമായിട്ടുള്ള ചില രൂപാന്തര പരിവർത്തനങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പേര് തന്നെ മാറ്റപ്പെടുന്നതായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. You may remember Jacob's name was changed to Israel. നിങ്ങൾക്കൊരു പക്ഷേ യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്ന് മാറ്റപ്പെട്ടത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. See, the name Jacob means supplanter, deceiver. യാക്കോബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഉപായി എന്നുള്ളതാണ്. Because that was his job. കാരണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. He deceived his father, he deceived his elder brother. അവൻ തന്റെ സഹോദരനെ തന്റെ പിതാവിനെ ഒക്കെ താൻ ചതിച്ചു. Then finally he had an encounter with God himself. എന്നാൽ ഒടുവിലായിട്ട് തനിക്ക് ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം ഉണ്ടായി. He fought with God and he won. എന്നാൽ ദൈവത്തോട് താൻ മല്ല് പിടിച്ചു, ഒടുവിൽ താൻ തന്നെ ജയിച്ചു. And God gave him that name Israel. എന്നാൽ ദൈവം അവൻ ആ പേര് ഇസ്രായേൽ എന്ന പേര്. Israel means the one who strives with God. ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചവൻ എന്നുള്ളതാണ്. You may remember Simon. When Simon was brought to Jesus, Jesus changed his name to Peter. നിങ്ങൾക്കറിയാം, ഷീമോൻ എന്ന് പറയുന്ന വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശു അവന്റെ പേര് പത്രോസ് എന്നാക്കി മാറ്റി. Because in the future he had to become like a rock for the Lord Jesus, so strong and solid and so strong in his ministry and revelation. കാരണം പിന്നീടുള്ള തന്റെ ഭാവി ശുശ്രൂഷയിൽ അതിശക്തമായിട്ട് അതിശക്തിയോടെ താൻ പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് എന്ന് കരുതിയാണ് തന്റെ നാമത്തിന് മാറ്റം വന്നത്. And most of the Bible names, especially in the Old Testament, contained El or Yah. ബൈബിളിലെ ദൈവിക നാമങ്ങളിൽ മിക്കവാറും നാമങ്ങളെല്ലാം ഏൽ അഥവാ യാഹ് എന്ന് പറയുന്നതിൽ തുടക്കമുള്ള നാമങ്ങളാണ്. For example, Michael or Michael, Daniel, Samuel, ending in El. El means God. സാധാരണ മിഖായേൽ, ഡാനിയേൽ, സാമുവേൽ എല്ലാം ഒടുവിൽ ഏൽ എന്ന് പറയുന്നതിൽ അവസാനിക്കുന്നു. And some of the names contained a portion of the name Yah. എന്നാൽ ചില പേരുകളിലാകട്ടെ യാഹ് എന്ന് പറയുന്നതിലായിരിക്കും ആ പേരിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിൽക്കുന്നത്. For example, Elijah, that is Eliah, Obadiah, Nehemiah, then Jeremiah. So in all these names there is Yah. ഏലിയാവ്, ഓബദ്യാവ്, നെഹമ്യാവ് തുടങ്ങിയുള്ള പേരുകളൊക്കെ ഈ യാഹ് എന്ന് പറയുന്ന വാക്കിലാണ് എൻഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. You may remember one day I explained the El names and Yah names to you. ഒരിക്കൽ ഏൽ നെയിംസും അതുപോലെ തന്നെ യാഹ് നെയിംസിനെ കുറിച്ച് വിശദമായി പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. So people, every name in the Old Testament was so meaningful. ബൈബിളിലെ ഓരോ നാമങ്ങളും വളരെ അർത്ഥവത്തായിട്ടുള്ള നാമങ്ങളാണ്. And not only that, in the Old Testament times, children were usually named by their mothers, not fathers. അത് മാത്രമല്ല പഴയ നിയമ കാലഘട്ടങ്ങളിൽ സാധാരണയായിട്ട് അമ്മമാരാണ് കുഞ്ഞുങ്ങൾക്ക് പേര് നാമകരണം നൽകിയിരുന്നത്, പിതാക്കന്മാരല്ലായിരുന്നു. For example, Jacob's two wives, Leah and Rachel, they were the ones who named all the 12 sons. ഉദാഹരണമായിട്ട് യാക്കോബിന്റെ ഭാര്യമാരായിട്ടുള്ള ലേയ അതുപോലെ തന്നെ റാഹേൽ, ഇവർ രണ്ടുപേരുമാണ് ആ 12 മക്കളുടെയും പേരുകൾ നൽകിയത്. So and every name had a particular meaning. ഓരോ പേരിന്റെ പിറകിലും ഒരു പ്രത്യേക അർത്ഥമുണ്ട്. And in the Old Testament times, the Jewish people, they used El names and Yah names to address God. അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഏൽ നാമങ്ങളിലൂടെയും യാഹ് നാമങ്ങളിലൂടെയും ദൈവത്തെ അഭിസംബോധന ചെയ്യുമായിരുന്നു. And also they used names like Adonai, that means Lord, Master. അത് മാത്രമല്ല അഡോണായ്, ദൈവം, യജമാനൻ എന്ന് പറയുന്ന പേരുകൾ കൂടി അവർ ഉപയോഗിക്കുമായിരുന്നു. But when we come to John chapter 17 and verse number 6, എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ Jesus says, not any of these names I have revealed your name to the disciples you have given me. എന്നാൽ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ നാമങ്ങളൊന്നുമല്ല എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ ഒരു പ്രത്യേക നാമമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. Again I am asking that question, what was that name? ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ആ നാമം? It is very clear and very simple. It was Father. ഇത് വളരെ വ്യക്തമാണ്, അപ്പോൾ തന്നെ വളരെ എളുപ്പമുള്ളതാണ്. മറ്റൊന്നുമല്ല, പിതാവ് എന്നുള്ളതാണ്. Abba, Pater, പിതാവ്, Father. പിതാവ്, That was the name. അതാണ് ആ പേര്. Because when we read Matthew 6 and verse number 9, കാരണം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാമത്തെ വചനം നാം വായിച്ചാൽ,
In this manner, therefore, pray, Our Father in heaven, hallowed be your name. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Yes. So Jesus is teaching his disciples to pray. What should they call God? Father in heaven. ഇവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് ദൈവത്തെ എന്ന് പറയുന്നുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. Hebrews 2. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 11 and 12. അതിന്റെ 11-12 വചനങ്ങൾ. But the one who makes people holy and those who are made holy are of the same family. So Jesus is not ashamed to call them brothers and sisters. He says, I will declare your name to my brothers and sisters. In the assembly I will sing your praises. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. This is written about the Lord Jesus. ഇത് യേശു കർത്താവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഭാഗമാണ്. So here the one who makes people holy and those who are made holy are of the same family. That means Jesus and his children, all of them are of the same family. Why? Because they have a common father. ഇവിടെ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഇവർ രണ്ടു കൂട്ടരും ഒരു കുടുംബമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും പിതാവ് ഒന്നാണ്. And Jesus is not at all ashamed to call us brothers and sisters. അത് മാത്രമല്ല യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹോദരന്മാർ എന്ന് വിളിക്കുന്നതിൽ ഒരിക്കലും ലജ്ജിക്കുന്നില്ല. Jesus is calling us brother, sister. See, in a prayer fellowship, in a church, sister, brother, we call each other among ourselves brothers and sisters. In the same way, Jesus comes to the congregation and he calls us brother, sister. ഇവിടെ യേശു കർത്താവ് നാം സാധാരണ ഒരു പ്രാർത്ഥനാ യോഗത്തിന് ചെന്ന് കഴിയുമ്പോൾ അവിടെ സാധാരണ പരസ്പരം ആളുകൾ സഹോദരന്മാർ സഹോദരിമാർ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു കുടുംബം എന്ന നിലയിൽ തന്നെ യേശു കർത്താവ് നമ്മെ ഓരോരുത്തരും സഹോദരൻ എന്ന് വിളിച്ചിരിക്കുകയാണ്. What is your name? എന്താണ് നിങ്ങളുടെ പേര്? If your name is Matthew, Jesus comes and calls you brother Matthew. നിങ്ങളുടെ പേര് മാത്യു എന്നാണെങ്കിൽ, മത്തായി എന്നാണെങ്കിൽ, യേശു കർത്താവ് നിങ്ങളെ വന്ന് വിളിക്കുന്നത് ബ്രദർ മാത്യു എന്നാണ്. If your name is Lucy, Jesus will come and call you sister Lucy. നിങ്ങളുടെ പേര് ലൂസി എന്നാണെങ്കിൽ യേശു വന്നിട്ട് നിങ്ങളെ വിളിക്കുന്നത് സിസ്റ്റർ ലൂസി എന്നായിരിക്കും. Why? Because Jesus' father and Matthew's father, Lucy's father, all of them have one father, the heavenly Father. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശുവിന്റെ പിതാവും മാത്യുവിന്റെ പിതാവും ലൂസിയുടെ പിതാവും എല്ലാം ഒറ്റ പിതാവാണ്, സ്വർഗീയ പിതാവാണ്. Hallelujah. ഹല്ലേലൂയ. So Jesus is never ashamed to call us brothers and sisters. അതുകൊണ്ട് യേശു കർത്താവ് ഒരിക്കലും നമ്മെ സഹോദരന്മാരെന്നും സഹോദരിമാരെന്നും വിളിക്കാൻ ഒരിക്കലും ലജ്ജിക്കുന്നില്ല. In verse number 12 he says, I will declare your name to my brothers and sisters. 12-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. Hallelujah. ഹല്ലേലൂയ. So the purpose of Jesus coming into this world was to declare the name of God to all the children. Jesus' brothers and sisters, meaning we. അതുകൊണ്ട് യേശു കർത്താവിന്റെ വരവിന്റെ പിന്നിലുള്ള ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ സഹോദരി സഹോദരന്മാരോട്, അതുകൊണ്ട് അതായത് നമ്മളെ ഓരോരുത്തരോടും അവന്റെ നാമത്തെ കീർത്തിക്കുക എന്ന് വേണ്ടിയിട്ടാണ്. Hallelujah. Hallelujah. Really wonderful. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം. So what was the name Jesus revealed to his disciples? തന്റെ ശിഷ്യന്മാർക്ക് യേശു കർത്താവ് വെളിപ്പെടുത്തിയ നാമം എന്തായിരുന്നു? Father. പിതാവ്. So sometimes you may wonder, no, that is not a proper name. That is only a title. Father is a title. Why? No, I don't think so. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, അയ്യോ ഇതൊരു ശരിയായിട്ടുള്ള പിതാവ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ശരിയായിട്ടുള്ള ഒരു നാമമല്ല, അത് ഒരു സ്ഥാനപ്പേര് മാത്രമാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. But in many occasions what we understand is that when we study the Bible, a title and name can be one in Bible language. ബൈബിളിന്റെ ഭാഷയിൽ പലപ്പോഴും പലയിടത്തും സ്ഥാനപ്പേരുകളും അതുപോലെ തന്നെ വിളിപ്പേരുകളും ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. For example, Matthew chapter 28 and verse number 19. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ വചനം. Jesus is saying,
Therefore go and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുമെന്നാണ്. Not names, in the name, that singular, in the name of the Father, Son and the Holy Spirit. 3 നാമങ്ങൾ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഏകവചനത്തിൽ നാമത്തിൽ എന്നാണ് പറഞ്ഞത്. Father is a title, Son is a title, Holy Spirit is a title, but all together it becomes a big title or a big name. എന്നാൽ പിതാവ് ഒരു സ്ഥാനപ്പേരിൽ, അതുപോലെ പുത്രൻ മറ്റൊരു സ്ഥാനപ്പേരിൽ യേശുക്രിസ്തു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് മറ്റൊരു സ്ഥാനപ്പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ ഈ 3 സ്ഥാനപ്പേരുകളൂടെ ചേർന്ന് ഒരൊറ്റ നാമത്തിൽ പുറത്തു വരികയാണ്. Hallelujah. Hallelujah. So we are so privileged and blessed to get revealed that name, Father, Heavenly Father, by the Lord Jesus. യേശു കർത്താവിനാൽ സ്വർഗീയ പിതാവ് എന്ന് പറയുന്ന, നമ്മുടെ പിതാവ് എന്ന് പറയുന്ന നാമം വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ട് നമ്മളൊക്കെ ഈ തലമുറയിൽ ഭാഗ്യവാന്മാരാണ്. Father, all of us together, we thank you for revealing that wonderful name. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് വെളിപ്പെടുത്തി നൽകിയതിനായി നന്ദി കർത്താവേ. Help us, Father, to stand in that name. ആ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Testimony time. ഇനി ഇപ്പോൾ ടെസ്റ്റിമണി സമയമാണിത്. This testimony is from Manju, Sister Manju. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. ഞാൻ മഞ്ജുവാണ്, മലപ്പുറത്തുനിന്ന്. ഒരു സാക്ഷ്യം പറയാനാണ് മെസ്സേജ് അയക്കണേ. ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തണം സാക്ഷ്യം പറയാൻ വൈകിയതിനാൽ. എനിക്ക് ഭയങ്കര കടുത്ത തലവേദനയായിരുന്നു. തലവേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി തുടങ്ങിയിട്ട് രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാറില്ല തലവേദന കൊണ്ട്. രാവിലെ ആണെങ്കിൽ പകലൊക്കെ പണിയെടുക്കാൻ രാവിലെ മാത്രം ഒരു 10 മണി വരെ കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് തലവേദന കൊണ്ട് തുടങ്ങിയ പിന്നെ മനുഷ്യനൊന്നും ചെയ്യാൻ കൂടി സാധിക്കില്ല. പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോയി വന്നാൽ ഛർദ്ദിക്കുക, തലറങ്ങുക, ഇങ്ങനെയായിരുന്നു. ഒരു മെസ്സേജ് അയച്ചിരുന്നു ബ്രദറിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് എനിക്ക് തലവേദനയില്ല. അത് തിരിച്ചറിഞ്ഞില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ തലവേദനയുടെ കാര്യം ബ്രദർ ഇങ്ങനെ ഒരു മോർണിംഗ് ഗ്ലോറിയിൽ വേദന മാറുന്ന കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ എന്ന്. പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്കിപ്പോൾ 2 ആഴ്ചയായിട്ട് തീരെ അങ്ങനെ ഒരു വേദന, ഒരു വിഷമമൊന്നുമില്ല. ഇപ്പോൾ പുറത്തേക്ക് പോയി വന്നാലൊന്നും എനിക്കൊരു യാതൊരു പ്രയാസമില്ല. ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രാർത്ഥിച്ച ബ്രദറിനും കുടുംബത്തിനും നന്ദി പറയുന്നു. Wonderful. Hallelujah. വളരെ മനോഹരമായിട്ടുള്ള ടെസ്റ്റിമണിയാണിത്. We are going to pray now. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Father, in Jesus' name, I pray for everyone who is sick in their body. കർത്താവേ, ഇപ്പോൾ ശരീരത്തിൽ രോഗമുള്ള ഓരോ വ്യക്തികൾക്കായി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. The Lord shows me some people are afflicted by some pain in their bones. ചില ആളുകൾ അസ്ഥിയിൽ വേദന അനുഭവിക്കുന്ന ചില ആളുകളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് കർത്താവ് Receive your healing right now. ഈ സമയത്ത് നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ തന്നെ പ്രാപിച്ചാൽ. And all kinds of neck pain, leave in Jesus' name. എല്ലാ തരത്തിലുള്ള കഴുത്തിന്റെ വേദനകൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. Brain related problems, the Lord is healing now. ഈ സമയത്ത് തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. Heart related problems are fixed right now. ഈ സമയത്ത് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അത് ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ്. And somebody's digestive system, the Lord is healing now. ആരുടെയോ ദഹന വ്യവസ്ഥയ്ക്കകത്തേക്ക് കർത്താവിന്റെ ഒരു സൗഖ്യം ഇതാ ഇറങ്ങി വരികയാണ്. And there is a dear sister watching this right now, and you have some problems related to the uterus. അത് മാത്രമല്ല, ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരി നിങ്ങളുടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And there is another sister with a severe problem with the blood streams. അതുപോലെ മറ്റൊരു സഹോദരി എന്നുള്ളത് നിങ്ങളുടെ രക്തധമനിക്കകത്തുള്ള ചില പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. A strong healing anointing is working right ഈ now. സമയത്ത് ഒരു വലിയ രോഗസൗഖ്യം നിങ്ങളുടെ ശരീരത്തിലൂടെ വ്യാപരിക്കുക. May I request all of you to stretch forth your hands. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ ഈ സ്ക്രീനിന് നേരെ നീട്ടുവാനായി ഞാൻ In നിങ്ങളോട് Jesus' ആവശ്യപ്പെടുന്നു. name, receive your healing. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ In സൗഖ്യത്തെ ഇപ്പോൾ Jesus' പ്രാപിക്കുക. name, receive your healing. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ And പ്രാപിക്കുക. whatever your problems are, may not be sickness or anything, in whatever area,
receive a breakthrough in Jesus' name. എന്ത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും, ശരീരത്തിന് ഏതെല്ലാം ഭാഗത്ത് രോഗങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്താൽ ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക, സൗഖ്യം You പ്രാപിക്കുക. can see a person getting delivered from suicidal tendency. അതുമാത്രമല്ല ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് In Jesus' name. യേശുവിൻ്റെ നാമത്തിൽ. Amen. ആമേൻ. Amen. ആമേൻ. Right now, you can call in the prayer line. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രെയർ ലൈനിൽ വിളിക്കുവാൻ സാധിക്കും. Many ministers are waiting for you to call, and they are more than happy to pray with you. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കോളുകൾ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി പലരും കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിളിക്കുവാൻ. And one more good news I want to share with you. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. If you don't have any money to buy a prayer diary, there are some brothers and sisters who have sponsored for you. നിങ്ങൾക്ക് പ്രെയർ ഡയറി വാങ്ങുവാൻ പണമില്ല എങ്കിൽ ചില സഹോദരന്മാർ സഹോദരിമാർ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രെയർ ഡയറി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. So just send in your full address to the mobile number that is shown. ഈ സമയത്ത് ഇപ്പോൾ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ദയവായി ഞങ്ങൾക്ക് അയച്ചു തരും. And this prayer diary will bless you. ഈ പ്രെയർ ഡയറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും. And God bless you all. See you tomorrow. Bye-bye. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനെൻ ബലം. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനെൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവ്വവുമേ. അസാധ്യമെന്ന് ഞാൻ അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം, കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനെൻ ബലം. കർത്താവിൽ സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനെൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും,